ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരുമല സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര സഭയുടെ കുമ്പമൺ കണ്ടനാട് ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്ദ്യനായ യുയാക്കിമാർ ഈവാനിയോസ് മെത്രാപ്പോലീത്തായുടെ 100-ാം ചരമവാർഷികം പരിശുദ്ധ സഭ ആചരിക്കുകയാണ്. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയുടെ വിശ്വാസത്തെ, സഭയുടെ നിലനിൽപ്പിനെയും ബാധിച്ചിരുന്ന പുനരൈക്യത്തിൻ്റെയും നവീന വിശ്വാസത്തിൻ്റെയും എല്ലാം കൊടുങ്കാറ്റ് സഭയിൽ ശക്തമായി ആഞ്ഞടിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത് ധീരമായി സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി സഭയിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സഭയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായിരുന്നു അഭിമന്യനായ യുയാക്കിമാർ ഈവാനിയോസ് മെത്രാപ്പൊലീത്ത. കണ്ടനാട് മർത്തമറിയം ഇടവകയാണ് അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക. അവിടെ നിന്ന് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയിൽ നിന്നും പരിശുദ്ധനായ പരുമല തിരുമേനിയിൽ നിന്നും അതുപോലെ ശ്രേഷ്ഠരായ പിതാക്കന്മാരിൽ നിന്ന് അദ്ദേഹം സുറിയാനിയിലും മലയാളത്തിലും സംസ്കൃതത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടുകയും സഭയുടെ വൈദിക വൃത്തിയിൽ പ്രവേശിച്ച് പഴയ സെമിനാരിയിലും പരുമല സെമിനാരിയിലും ദീർഘകാലം താമസിക്കുകയും പിതാക്കന്മാരോടൊപ്പം ചേർന്ന് സഭയുടെ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു ശ്രേഷ്ഠനായ മഹാപുരോഹിതനായിരുന്നു അഭിമന്യനായ യുയാക്കിമാർ ഈവാനിയോസ് തിരുമേനി. പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പരിശുദ്ധ സഭ കടന്നുപോയ സാഹചര്യങ്ങളിൽ, കാലഘട്ടത്തിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പോലെയുള്ള പിതാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്ന് സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലയിടങ്ങളിലും യാത്ര ചെയ്ത് നവീന സ്വഭാവങ്ങളിൽ നിന്നും നവീന സഭക്കാരുടെ ആക്രമണങ്ങളിൽ നിന്നും പുനരൈക്യത്തിൻ്റെ ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയടിച്ച സമയത്ത് അവിടെ നിന്നെല്ലാം ഈ സഭയെ സംരക്ഷിക്കുവാനും അദ്ദേഹം അക്ഷീണ പ്രയത്നം ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിസ്മരിച്ചു കൂടാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ആ പുണ്യപിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ജൂൺ മാസം 6-ാം തീയതി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പരുമല സെമിനാരിയിൽ വെച്ച് ആചരിക്കുകയാണ്. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവാ തിരുമനസിൻ്റെയും അഭിവന്ദരായ പിതാക്കന്മാരുടെയും സഭാസ്ഥാനികളുടെയും വിശ്വാസികളുടെയും വൈദികരുടെയും എല്ലാം നേതൃത്വത്തിൽ ആ പുണ്യപിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായി കൊണ്ടാടുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. എല്ലാവരെയും ആ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.